നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിലെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും അന്തരീക്ഷത്തോടും സർവചരാചരങ്ങളോടും കൃതജ്ഞത രേഖപ്പെടുത്തു. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാൽവിരലുകളിലൂടെ കാൽപാദങ്ങളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഴത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനും ഡിസ്കസ് ചെയ്യുന്ന ഈ ടോപ്പിക്സിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള അറിവുണ്ടാവാനും റെഗുലറായിട്ടുള്ള സാധനയിലൂടെ മാത്രമേ സാധിക്കൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അന്ധക്കരണ ശുദ്ധി വരാതെ നമ്മൾ സ്പിരിച്വൽ ലിറ്ററേച്ചർ പോട്ടെ, ഏത് ലിറ്ററേച്ചർ വായിച്ചാലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവില്ല. അന്ധക്കരണ ശുദ്ധീകരണം വരാനും മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാനും നമ്മുടെ ലക്ഷ്യം മനസ്സിനെ ഉയർത്തുക, ഫൈനൽ വേർഷനിലേക്ക് എത്തുക എന്ന് തിരിച്ചറിഞ്ഞ് കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളുടെയും ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാവുക. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയെക്കുറിച്ചിട്ട് ഒരുപാട് കൺസെപ്ഷൻസ് ഉണ്ട്. മഹാത്മാഗാന്ധിജിയുടെ ഒരു ചെറിയൊരു എപ്പിസോഡ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും മഹാത്മാഗാന്ധിജി മൈസൂരിൽ ഒരു വില്ലേജിൽ പോയി ഇത്രേ. അപ്പോൾ അവരോട് ഈ രാജ്യം ഭരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ ഈശ്വരനായിരിക്കും, ഏതെങ്കിലും ഒരു ഈശ്വരനായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അവർക്ക് രാജാവിനെ അറിയില്ല, ഭരണാധികാരിനെ അറിയില്ല, ഈ പ്രപഞ്ചം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാനൊരു പവറുണ്ട് എന്നുള്ള വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. എത്ര ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം. നമ്മളിവിടെ ലോകത്തിൽ പല പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾ റെഗുലേറ്റ് ചെയ്യാനുള്ള എൻറ്റിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും നമ്മൾ സത്യസന്ധമായിട്ട് നിർവഹിക്കും.
അതാ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമായിരിക്കണം. കാരണം അവരെല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ നിയമങ്ങളൊക്കെ അതിൻ്റെ റെഗുലേറ്ററി ആസ്പെക്റ്റ് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കെല്ലാം അതുകൊണ്ടാണ് ഇതെല്ലാം മര്യാദയ്ക്ക് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ നിയമങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗ്രാവിറ്റേഷൻ ലോ ആയാലും ഇലക്ട്രിക്കൽ ലോ ആയാലും അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്, ചെടികൾ സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് ഫലങ്ങൾ ഉണ്ടാക്കുന്ന റൂൾസ് ആലോചിച്ചാലും, നമ്മുടെ ശരീരത്തിൻ്റെ ഘടന, നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഓരോ കോശങ്ങൾ പ്രവർത്തിക്കുന്നത്, ഭക്ഷണം കഴിച്ചാൽ ദഹിക്കുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എല്ലാം അടിയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം നടത്താനായിട്ട് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷണറീസ് ഉണ്ട്. ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അത് നമ്മളെ സത്യസന്ധതയിലേക്കും ട്രൂത്ത്ഫുൾനെസ്സിലേക്കും അതുപോലെ തന്നെ ധൈര്യത്തിലേക്കും എല്ലാം നയിക്കുന്നു, ഹ്യൂമിലിറ്റിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ആ തരത്തിലുള്ള ഹമ്പിളായിട്ടുള്ള, എന്നാൽ ഇതിനെല്ലാം അടിയിൽ ഇതെല്ലാം നടത്തുന്ന ഒരു റൂളറുണ്ട് എന്നുള്ളൊരു വിശ്വാസം, അത് നിലനിർത്തുമ്പോൾ നമ്മൾക്കെപ്പോഴും ഒരു സപ്പോർട്ടുണ്ട് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ മോഡേൺ സയൻസിൽ പലതും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരു രോഗിയെ ചികിത്സിക്കുന്നു, അസുഖം മാറ്റുന്നു, പക്ഷേ സമാധാനം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. അസുഖം ശരീരത്തിൻ്റെ മാറിയിട്ടുണ്ടാവാം, ചിലപ്പോൾ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ട് ശമനം വന്നിട്ടുണ്ടാവാം, പക്ഷേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സമാധാനം മോഡേൺ മെഡിസിനിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കാരണം ഈ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നോളജബിൾ എന്ന് ലോകം വിശ്വസിക്കുന്ന ആൾക്കാർ, അവർക്കും അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്തിലെ നടത്തിപ്പിൽ ഒരു നിയമം ഉണ്ട്, അതിൻ്റെ അടിയിൽ എൻറ്റിറ്റീസ് ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ വീക്ക്നെസ്സാണ് എന്നാണ് കരുതുന്നത്. നമ്മൾ പഠിച്ചു, നമ്മൾ ആ അറിവിനെ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ റൂൾസൊക്കെ അനുസ്യൂതം നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു ജ്ഞാനി ഈ സത്യം തിരിച്ചറിഞ്ഞ് ഹ്യൂമിലിറ്റിയോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുക. ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പക്ഷേ ഞാൻ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സൽ നിയമങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിനയം ഉണ്ടാവും. അതുകൊണ്ട് വിദ്യാ ദദാതി വിനയം എന്ന് പറയുന്നു. വിദ്യയിലൂടെ വിനയം വന്നില്ലെങ്കിൽ അത് വിദ്യയല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഈഗോ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ നോളജ് എന്നാണ്. അറിവിൻ്റെ ഇൻവേഴ്സ് റിലേഷനാണ് നോളജ്, ഈഗോ. അതായത് നോളജ് വർദ്ധിക്കുന്തോറും ഈഗോ കുറയണം, യഥാർത്ഥത്തിൽ വിനയം വരണം. പ്രഗത്ഭരായിട്ട് സയൻറ്റിസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈഗോ ഈ തരത്തിൽ സബ്ലിമേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ക്രേവിങ് വരുന്നു. ഈ ശരിയായിട്ടുള്ള ആ നിയമത്തിൻ്റെ ആ ഫ്ലോയിൽ വരാനുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ദിശാബോധം വരുന്നു. ഇതാണ് പ്രാർത്ഥനയുടെ തുടക്കം എന്നാണ് തോന്നുന്നത്. ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഞാൻ എൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കുന്നു, എനിക്ക് അതിന് സപ്പോർട്ടിനുള്ള ശക്തികളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്താൽ കാര്യങ്ങൾ നല്ലപടി തന്നെ നടക്കും എന്നുള്ള ആ വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ സമാധാനം അനുഭവിക്കുന്നുണ്ട്, ശാന്തി അനുഭവിക്കുന്നുണ്ട്, ഞാൻ കൂടുതൽ പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അത് ഒരാളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അങ്ങനെ വ്യക്തി സ്പിരിച്വൽ ആവുന്നു, അങ്ങനെ ഒരാൾ പ്രയർഫുൾ ആവുന്നു, പ്രാർത്ഥനയ്ക്ക് തയ്യാറാവുന്നു. സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബെഗ്ഗിങ്ങിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ സെൽഫിഷായിട്ടുള്ള തലത്തിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഇപ്പോഴുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, എക്സ്പെക്റ്റേഷൻ്റെ തലത്തിലായിരിക്കും. നമുക്ക് ഈ കംഫോർട്ട് സോൺ മാറ്റാൻ താല്പര്യമില്ലാത്ത ഒരു മനസ്സിൻ്റെ കണ്ടീഷൻ, ഒരു മനോഭാവത്തോടു കൂടിയാണ് പ്രാർത്ഥന നടത്തുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രാർത്ഥനയിൽ വിനയം വേണം, ആക്സെപ്റ്റൻസ് വേണം,
ഗ്രാറ്റിറ്റ്യൂഡ് വേണം, വിശ്വാസം വേണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഒരു പ്രാർത്ഥനാഭാവം വരുന്നത്. അപ്പോൾ നമ്മൾ രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചു പോകും. നമ്മൾ ഭാരതമാതാവ് എന്ന് പറയുന്നു, നമ്മൾ നാഷണൽ ആന്തം ചൊല്ലുന്നു, നാഷണൽ സോങ് വന്ദേ മാതരം ചൊല്ലുന്നു. അപ്പോൾ അത് കേൾക്കാൻ അവിടെ ആരുമില്ല. ജനഗണമന നമ്മൾ ചൊല്ലുമ്പോൾ ആരാണ് അവിടെ അത് കേൾക്കുന്നത്? ആരും അവിടെ കേൾക്കുന്നില്ല. വന്ദേ മാതരം എന്ന് പറയുമ്പോൾ വന്ദേ മാതരം കേൾക്കാൻ അവിടെ ഒരു ഭാരതമാതാവില്ല. പക്ഷെ അതൊരു സങ്കല്പമാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നു. നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഉയർന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതായത് ഈ രാജ്യത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടുകൂടിയാണ് ഞാൻ ഇത്രയും ആവുന്നത്. ഇവിടുത്തെ മണ്ണാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരും ചരാചരങ്ങളുമാണ് എനിക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയത്. അപ്പോൾ ആ ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പാഷനേറ്റ് ആവും. നമ്മൾ എല്ലാവർക്കും വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കും. ശരിക്കും നാഷണൽ ആന്തം ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ വന്ദേ മാതരം ചെല്ലുകയാണെങ്കിൽ നമ്മൾ അവിടെ പ്രാർത്ഥന തന്നെയാണ്, ഒരു പ്രാർത്ഥനാഭാവത്തിലാണ് വരുന്നത്. അതൊരു ചടങ്ങ് പോലെ ആകുമ്പോഴാണ് അതിന് നമുക്ക് ഗുണം ലഭിക്കാത്തത്. അപ്പോൾ അറ്റൻഷനിൽ നിന്ന് നാഷണൽ ആന്തം ചെല്ലണം എന്ന് പറയുമ്പോൾ അറ്റൻഷനിൽ നിന്നില്ലെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് അറ്റൻഷൻ നിൽക്കുന്നത്? നമുക്ക് വേണ്ടി തന്നെയാണ് അറ്റൻഷനിൽ നിൽക്കുന്നത്. അതുപോലെ നമ്മൾ പ്രാർത്ഥന പറയുമ്പോൾ നമ്മൾ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വാക്കുകളുടെ ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ചോദിച്ചു. പക്ഷേ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, വാക്കുകൾ. മനസ്സിലൂടെ നമ്മളോട് തന്നെ പറയുകയാണ്. നമ്മുടെ തന്നെ ഉള്ളിലുള്ള എൻറ്റിറ്റിയോട് നമ്മൾ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, ആ ഉയർന്ന ആ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇവിടെയുള്ള വസ്തുക്കളോട് എനിക്ക് ചിലത് ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതെൻ്റെ യാത്രയ്ക്ക് ബാറായിരുന്നു. ഞാനെപ്പോഴും എക്സ്പെക്റ്റേഷനിൽ കൂടിയും കിടന്നു. ഞാൻ യഥാർത്ഥത്തിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡായിരുന്നു എല്ലാവരോടും. എനിക്ക് ആഗ്രഹം ഇടപെടാൻ പാടില്ലായിരുന്നു. ഇത് നമ്മൾ തിരിച്ചറിയാണ്. നമ്മളെ എല്ലാവരും സഹായിക്കണം. നമ്മൾ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നവരും നമ്മളെ സഹായിക്കണം. അപ്പോൾ എല്ലാവരോടും നമ്മുടെ ഉള്ളിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് വരികയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണ്? നമ്മളിങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ മന്ത്രം ചൊല്ലലല്ല. പ്രാർത്ഥന ഭാവത്തോട് കൂടിയിട്ട് ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം മുഴുവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പാർട്ടിസിപ്പേഷൻ 100% ആയിരിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഹയർ എൻറ്റിറ്റി ഉണ്ട്. ആ വില്ലേജേഴ്സിനെ പറഞ്ഞ പോലെ ഒരു രാജാവുണ്ട്, ഒരു റൂളറുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു തലത്തിലെത്തുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഫലം ലഭിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ഫലത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല, അപ്പോഴേ ഫലം ലഭിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഉള്ളിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും സറണ്ടറിൻ്റെയും എല്ലാം ഭാവം വരുമ്പോൾ, വിശ്വാസത്തിനെല്ലാം ഭാവം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പ്രാർത്ഥനയെക്കുറിച്ച് ഇനിയും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.